വാമേട്ടാ, ലോകത്ത് മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു അസൂയയും കുശുമ്പുവാ. എന്റെ മനസ്സ് നിറയെ അത് മാത്രമേ ഉള്ളൂ, ലക്ഷ്മിയോടുള്ള അസൂയയും കുശുമ്പും. എന്റെ മകൾക്ക് കിട്ടാത്ത ഭാഗ്യം അവക്ക് കിട്ടിയതിന്റെ കടുത്ത വേദനയുണ്ട്. അതിനുള്ള പരിഹാരം ലക്ഷ്മിയുടെ മരണമാമേട്ടാ. പ്രതാപ, അവളും മരിക്കണമെന്ന് തന്നെയാ എന്റെ ആഗ്രഹം. പക്ഷേ നമ്മൾ എത്ര ശ്രമിച്ചിട്ടും അതിന് പറ്റുന്നില്ലല്ലോടാ. എന്നാലും ഓരോന്ന് ചിന്തിച്ചിട്ട് ഭയന്ന് കഴിയാൻ എനിക്ക് വയ്യ വാമേട്ടാ. അറിയാലോ, എന്റെ മോളിപ്പോ കമലേശ്വരത്ത് കിടന്ന് കഷ്ടപ്പെടുക. എന്റെ മോളുടെ ബാല്യക്കാരിയായി പോയവള് ഇപ്പൊ അവിടുത്തെ രാജകുമാരി, എന്റെ മോൾ അവളുടെ ദാസിയും. ഇത് ഞാൻ എങ്ങനെ സഹിക്കും വാമേട്ടാ? ഇതിപ്പോ എനിക്കെങ്ങനെ താങ്ങാൻ പറ്റും? എന്നാ പിന്നെ 2 കൊലപാതകങ്ങളും എന്റെ തലയ്ക്ക് ഇരിക്കട്ടെ വാമേട്ടാ. ശിക്ഷ കുറച്ച് കൂടുതൽ കിട്ടുമായിരിക്കും. എന്നാലും കുഴപ്പമില്ല, ഞാൻ ചിന്തിക്കുന്നത് പോലെ ഇനി കാര്യങ്ങൾ നടക്കണം. പ്രതാപ, ഒരുത്തൻ ഇതെല്ലാം കാണുന്നുണ്ട്, ആ വിശ്വനാഥൻ. അവന്റെ ശല്യം ഇപ്പൊ ഇല്ല. ഇനി ഇതിന്റെ പേരിൽ അവൻ എന്നെ അങ്ങ് കൊണ്ടുപോകുന്നെങ്കിൽ കൊണ്ടുപോട്ടെ വാമേട്ടാ. എന്നാലും എന്റെ കുഞ്ഞിന്റെ കണ്ണീര് എനിക്ക് കാണാൻ വയ്യ. അതിൻ്റെ കൂടെ വേറൊരു സംശയം ഇപ്പൊ വിലപ്പെട്ട് വരിക. കണ്ണന്റെ കാലിലെ തളർച്ചയൊക്കെ മാറിയോന്ന് ഇടയ്ക്കൊരുത്തൻ എന്നോട് ചോദിച്ചായിരുന്നു. അവൻ വഴിയിൽ അങ്ങോട്ട് വെച്ച് കണ്ടത് നടക്കുന്ന കണ്ണനെ. എടോ പ്രതാപ, കേട്ടത് സത്യമാണെന്നൊന്നും എനിക്കറിയില്ല. അത് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ചില ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ നടക്കുന്ന കണ്ണനെ ഞാൻ കണ്ടില്ല. എടാ, അതിനുള്ള സാധ്യതയില്ലല്ലോടാ. സാധ്യത ഉണ്ടായാലും ഇല്ലെങ്കിലും ശരി, കണ്ണനോടൊപ്പം മഹാലക്ഷ്മി ഇനി വേണ്ട. ഇനി നമ്മളൊക്കെ ഭയക്കുന്നത് പോലെ കണ്ണൻ നടന്നിരിക്കട്ടെ. അങ്ങനെ നടക്കുന്ന കണ്ണനോടൊപ്പം കുടുംബമായിട്ട് ജീവിക്കുന്ന ലക്ഷ്മി എന്റെ മോളെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യ. ചിലപ്പോ അത്തരം കാഴ്ചകൾ കാണുന്ന കരുണമോള് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചേക്കും. എന്റെ വാമേട്ടാ, എന്റെ മോളെ മരണത്തിലേക്ക് തള്ളിവിടാനൊന്നുമല്ല ഞാൻ അവളെ കെട്ടിച്ചുവിട്ടത്. നല്ല നിലയിൽ നിങ്ങളുടെ അനന്തരവനോടൊത്ത് ജീവിക്കാനാ. ഒക്കെ സംഭവിച്ചു പോയില്ലോടാ പ്രതാപ. സത്യം പറയാലോ, നിങ്ങളെ എനിക്കിപ്പോ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. നിങ്ങൾ വെറുതെ എന്റെ അമ്മയുടെ കണ്ണുമ്പിലൊന്നും പോയി പെടണ്ട. പെട്ടുകഴിഞ്ഞാലേ അമ്മ നിങ്ങളുടെ മോന്തയ്ക്ക് ചൂടുവെള്ളം ഒഴിക്കും. എടാ, അന്ന് നമ്മളെല്ലാവരും ഈ ബന്ധം നല്ലൊരു ബന്ധമാണെന്ന് പറഞ്ഞതല്ലേ? അങ്ങനെയല്ലേ കുട്ടികളുടെ കല്യാണം നടത്തിയത്? അതേപ്പറ്റി ഇനി കൂടുതൽ പറയണ്ട. കമലേശ്വരൻ തറവാടിന്റെ തെക്ക് വശത്ത് കുറച്ച് പറമ്പ് വാമേട്ട മാർക്ക് ചെയ്ത് വെച്ചോ. ഒരു മാവും കണ്ടുവച്ചോ. അടക്കേണ്ടി വരുവോളെ. എന്റെ മോളുടെ ജീവിതം തരിശാക്കിയ ലക്ഷ്മിയെ ഉടനെ അടക്കേണ്ടി വരും.